ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ എവാനന്ദ്. അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളിന്ന് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. അപ്പം നാഗവര എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരിലൊരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പം അവിടെ ഒരു സ്നാക്സ് ഒക്കെ കിട്ടണ, ഈവനിങ് സ്നാക്സ് ഒക്കെ കിട്ടണ ഒരു ഷോപ്പ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് യൂസ് ചെയ്യണത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്, വെച്ചാൽ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നാഗവര ഒരു 10 to 15 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ബസ്സിലിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇത് വരുന്നത് നേരെ ഹിൽട്ടൻ്റെ ഓപ്പോസിറ്റ് ആണ്. ബാംഗ്ലൂർ നാഗവര ഹിൽട്ടൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കാൻ പോയാൽ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ പ്ലാനൊക്കെ മാറി. കാരണം അതിൻ്റെ ആ കടയുടെ നേരെ സൈഡിൽ തന്നെ ആയിട്ട് നമ്മുടെ കുട്ടനാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഉച്ചയ്ക്കാണ്. അപ്പം എന്തായാലും മീൽസ് ഉണ്ടാവും. അപ്പം നമ്മൾ മീൽസ് കഴിക്കുക എന്നുള്ള രീതിയിൽ അവിടെ എത്തി. നോർമലി ഇവിടെ നല്ല റഷായിരിക്കും, പക്ഷേ ഇന്ന് എന്താ സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, വലിയ തിരക്കില്ലായിരുന്നു. അപ്പം നമ്മൾ നേരെ കയറി 4 ബിരിയാണി ഓർഡർ ചെയ്യാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ 2 പേര് മീൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കേരള ഫുഡ് നമ്മുടെ കേരളത്തിലെ ഫുഡിൻ്റെ അത്ര വരത്തില്ലല്ലോ ഒന്നും, സദ്യ പ്രത്യേകിച്ച്. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ഇല വന്നു, നമ്മുടെ സ്വന്തം വാഴയില. പിന്നെ കുറേ സൈഡ് ഡിഷ് ഉണ്ടായിരുന്നു, ഉപ്പേരി, ലൈക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പിന്നെ പപ്പടം, പിന്നെ ചോറ്. പിന്നെ ഞാൻ സാമ്പാറായിരുന്നു ഇപ്പം കറിയായിട്ട് എടുത്തത്, കാരണം ബാക്കി കറികളോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പം നമ്മൾ സാമ്പാർ തന്നെ എടുത്ത് അപ്പം നമുക്ക് കഴിക്കാം ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടേക്ക് വരുന്ന നാഗവര വരികയാണെങ്കിൽ ഈ കുട്ടനാട് റെസ്റ്റോറൻറ്റ് എന്തായാലും ട്രൈ ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ലതാണ്. ഞാൻ ഇവിടെ 1-2 വട്ടം വന്നിട്ടുണ്ട്. ലാസ്റ്റ് പിടിച്ച ഈ പായസമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം ടോട്ടലി ഈ ഫുള്ള് എല്ലാം നല്ലായിരുന്നു. ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു, അത് നല്ലായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങി ഗായ്സ്. ഇപ്പം നമ്മൾ ഹിൽട്ടണിൽ പോയാലോ വേണ്ടോ വേണ്ട. ഫൈനലി നമ്മൾ ഹിൽട്ടണിൽ പോവാന്ന് ഡിസൈഡ് ചെയ്ത്. അപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കയറി വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ളിൽ ഭയങ്കര കാം എൻവോൾമെൻറ്റ്, ഭയങ്കര കാറ്റൊക്കെയാണ്, അതുകൊണ്ടാണ് പോണത്. പിന്നെ ഇതാണ് ഹിൽട്ടൺ വരുന്നത്. ഹിൽട്ടൺ എൻട്രൻസ് തന്നെ കുറേ ഷോപ്പൊക്കെയാണുള്ളത്. അപ്പം നമ്മളവിടെ ഒരു ബെഞ്ചിൽ വെറുതെ കയറിയിരുന്ന്. പിന്നെ ഇവിടെ നല്ല കുറേ റെസ്റ്റോറൻറ്റും ബ്രൂവറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്നത് നമ്മളങ്ങനെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കാരണം ഹോസ്റ്റലിൽ കയറണമായിരുന്നു നേരത്തെ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നേരെ യൂബർ ബുക്ക് ചെയ്ത്, പിന്നെ യൂഷ്വൽ തിങ്സ് നമ്മൾ 4 ആൾക്കാർ ഇതിൽ യൂബറിൽ കയറ്റത്തില്ലെന്ന് പറയുമ്പോൾ എക്സ്ട്രാ പൈസ കൊടുക്കാന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ടാണ് കയറ്റത്. അപ്പോൾ ഫൈനലി എൻ്റെ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.